സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷ് എഴുതിയ നിലാവ് മാത്രമല്ല. തൃശ്ശൂർ പേരൂരിലെ വിവേക് മേനോന് ഗാഥയെ കിട്ടാൻ പോകുന്നില്ല. സീതയെ വില്ലൊടിച്ചു വരിക്കാൻ ഒരു രാഘവൻ ഉണ്ടായതുപോലെ ഗാഥയെ കെട്ടിക്കൊണ്ടു പോകാൻ മറ്റൊരു രാഘവൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഗൗതം വരും, വില്ലൊടിക്കും, ഗാഥയെ കൊണ്ടുപോകും. അതേ സംഭവിക്കൂ. ആരും ആ വിധിയെ മറികടക്കരുത്. മറികടന്ന് പരിഹാസ്യമാവരുത്. അച്ഛൻ്റെ വാക്കിനെ ഇന്നേ വരെ ധിഖരിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് വന്നിരിക്കുന്നു. ഗാഥ ഓർത്തു. എങ്ങനെയായിരിക്കും നിഷേധത്തിൻ്റെ ആ മുഹൂർത്തം? അത് നിറയെ തീ പിടിച്ചിരിക്കും. അത് ഈ വീടാകെ പൊള്ളിക്കും. സങ്കല്പിച്ചപ്പോൾ തന്നെ ഗാഥ അമ്പരന്നു. ഈ കുടുംബത്തിൽ ഇന്നോളം പ്രേമവിവാഹം നടന്ന ചരിത്രമില്ല. അച്ഛൻ പറഞ്ഞ പുരുഷനെയാണ് ഗിരിജേച്ചി സ്വീകരിച്ചത്. ആദ്യമായിട്ടാണ് ഇവിടെ വിപ്ലവമുണ്ടാകാൻ പോകുന്നത്. അച്ഛനെയും മറ്റുള്ളവരെയും സംബന്ധിച്ച് ഈ കുടുംബത്തിൽ ആദ്യമായി ഒരു വിപ്ലവകാരി ഉണ്ടാവുന്നു. ഈ വീടിൻ്റെ പതിവുകളെ കുഴിബോംബ് വെച്ച് തകർക്കുന്ന ഒരു നെക്സലൈറ്റ് ഗാഥ. അങ്ങനെ സംഭവിച്ചേ മതിയാകൂ. പക്ഷേ അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഗൗതമിനെ തൻ്റെ മനസ്സറിയിക്കുക. രണ്ട്, ഗൗതമിൻ്റെ മനസ്സറിയുക. അറിയിച്ചു കഴിഞ്ഞതാണ് തൻ്റേത്. തടാകത്തിൻ്റെ ബലിയിടൽ ദിവസം രേഖ തുറന്നു ചോദിച്ചതാണ്. ഇവൾക്ക് സാറിനോട് പ്രേമമുണ്ട്, അറിയാമോ? ഊഹിക്കുന്നു എന്നായിരുന്നില്ലേ ഗൗതമിൻ്റെ മറുപടി? എന്ന് വെച്ചാൽ അറിയാമെന്ന്. ബാക്കി കാര്യം ഗാഥ നിശ്ചയിക്കട്ടെ എന്നുകൂടി ചേർത്തു. ബാക്കി കാര്യം എന്നാൽ എന്താണ്? വിവാഹമല്ലേ? പിന്നെന്താണ് തടസ്സം? ഒരു തടസ്സവുമില്ല. ഗാഥ ചിരിച്ചുപോയി. പക്ഷേ അങ്ങനെ തടാക തീരത്ത് വെച്ച് തിരക്കിൽ പറഞ്ഞു പോകേണ്ട വിഷയമല്ലല്ലോ. ഭാവിയാണ്, ജീവിതമാണ്. പറഞ്ഞുറപ്പിക്കേണ്ട കാര്യം. വിശേഷിച്ചും അരവിന്ദരങ്ങളും വിവേക് മേനോനും യൂണിഫോം അണിഞ്ഞ് ക്യാപ്പും ധരിച്ച് രംഗത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥിതിക്ക് ഒട്ടും വൈകാതെ ഗൗതം രാഘവനെ കാണണം എന്നുറപ്പിച്ചാണ് ഗാഥ രാത്രി ഉറക്കത്തിലേക്ക് വീണത്. പിറ്റേന്നുണരുന്നത് ഒരു ഫോൺ സംഭാഷണം കേട്ടിട്ടാണ്. വിശ്വനാഥൻ നായർ ആരോടോ സംസാരിക്കുന്നു. ഇടയ്ക്ക് 2 വട്ടം ബംഗളൂരു എന്ന് കേട്ടതും ബർമൂഡ ട്രയാങ്കിൾ എന്ന് കേട്ട മാതിരി ഗാഥ ഞെട്ടി. അവൾ വേഗം പുതപ്പു നീക്കി എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്ന് കാതോർത്തു. അതെ, അത് തന്നെ. ഫോണിൻ്റെ മറ്റേ അറ്റത്ത് ഡൈനാമിറ്റാണ്. വിവേക് മേനോൻ. ബാംഗ്ലൂരിലെ കാലാവസ്ഥ, ജോലിയുടെ സ്വഭാവം, പുതിയ ഫ്ലാറ്റിലെ താമസ സൗകര്യം തുടങ്ങിയ മഹത്തായ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് വിശ്വനാഥൻ നായർ. മകളെ അങ്ങോട്ടാണല്ലോ കെട്ടിക്കേറ്റേണ്ടത്. പുലി പുഴ നീന്തി പടിക്കലെത്തിയിരിക്കുന്നു എന്ന് ഗാഥ അറിഞ്ഞു. നെഞ്ചിനകത്ത് ഒരു ടൈം ബോംബ് വന്ന് വീണ് ടിക് ടിക് എന്ന് ശബ്ദിക്കുന്നതായി അവൾക്ക് തോന്നി. സമയം സെറ്റ് ചെയ്തിരിക്കുകയാണ്. കൃത്യസമയം എത്തിയാൽ ഉടൻ ബോംബ് പൊട്ടും. 10,000 കഷ്ണങ്ങളായി താൻ ചിതറും. അതിനു മുമ്പ് ഗൗതം രാഘവനെ വിവരമറിയിക്കണം. അന്ന് ടിഫിൻ പോലും എടുക്കാതെയാണ് ഗാഥ കോളേജിലേക്ക് പുറപ്പെട്ടത്. തീ പിടിച്ച വീട്ടിൽ നിന്നെന്ന പോലെ കാലടികളിൽ ജ്വാലകളോടെ പുറത്ത് ചാടുകയായിരുന്നു അവൾ. രേഖയെ കാക്കാതെ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു. പിന്നിലെങ്ങോ രേഖ ഓടി വരുന്നുണ്ടാവും. കണ്ടില്ല. രേഖ വിളിക്കുന്നുണ്ടാവാം. കേട്ടില്ല. കേൾക്കാനോ നിൽക്കാനോ പാടില്ല. മറുകരയിലാണ്. പ്രതിപക്ഷമാണ്. ശത്രുവാണ് രേഖ. സംസാരിച്ചുപദേശിച്ച് പിന്തിരിപ്പിക്കാനേ നോക്കൂ. ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ഗാഥ ഗൗതം രാഘവനെ വിളിച്ചു. ഗൗതമിൻ്റെ മൊബൈൽ നിശബ്ദമായിരുന്നു. തൻ്റെ ഒരു ചോദ്യം അവൾക്ക് ഓർമ്മ വന്നു. എഴുത്തിലാണെന്ന് എങ്ങനെ അറിയും? ഫോൺ നിശബ്ദമായിരിക്കും. ഗാഥ നിരാശ കൊണ്ട് തളർന്നുപോയി. കൃത്യം ഈ നേരത്ത് തന്നെ ഗൗതം എന്തിനെഴുതാനിരുന്നു എന്നവൾ ചിന്തിച്ചുപോയി. അല്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. റോബോട്ടിനെ പോലെ നിർവികാരമായ മറുപടി വന്നു. ഈ നമ്പറിനെ തൽക്കാലത്തേക്ക് ഉറക്കിക്കിടത്തിയിരിക്കുന്നു. പിന്നീട് വിളിക്കൂ. അന്ന് ക്ലാസ്സിൽ ഉച്ചയോളം ഗാഥ അസ്വസ്ഥയായിരുന്നു. പ്ലാറ്റ്ഫോമിൽ അധ്യാപകൻ വന്നു. കരിയില പക്ഷിയെപ്പോലെ എന്തൊക്കെയോ ചിലച്ചു. ഗാഥയൊന്നും കേട്ടില്ല. കരിയില പക്ഷി ക്ലാസ് തീർന്ന് ഇറങ്ങിപ്പോയതും അവൾ അറിഞ്ഞില്ല. അവൾക്ക് ദാഹിച്ചില്ല, വിശന്നുമില്ല. നിനക്ക് എന്തു പറ്റി? രേഖ ചോദിച്ചു. അവൾ ഒഴിഞ്ഞു മാറി. പക്ഷേ രേഖ വിട്ടില്ല. കുറച്ച് ദിവസമായി നീ എന്നെ ഒഴിവാക്കുകയാണ്. നിന്റെ തോന്നലാണ്. തോന്നലോ? ഒരേ സ്കൂളിൽ +2 വരെ, പിന്നെ ഈ കോളേജിൽ PG, ഇതുവരെ. ഇത്രയും കൊല്ലമായി തുടർച്ചയായി നമ്മൾ ഒന്നിച്ചാണ്. അങ്ങനെ വെറുതെ വല്ലതും തോന്നണമെങ്കിൽ
എനിക്ക് മെൻ്റലായി എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടായിരിക്കണം. ഇതുവരെ അങ്ങനെയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഗാഥ മിണ്ടാതെ നിന്നു. എന്നെ അവോയ്ഡ് ചെയ്യാൻ കാരണം ആ മനുഷ്യനല്ലേ? ഗാഥ മൗനം തുടർന്നു. മനസ്സ് പറഞ്ഞു, അതെ, നീ പറഞ്ഞത് സത്യം. അപ്പോൾ അവളുടെ മുന്നിലേക്ക് വന്നു നിന്ന് കണ്ണുകളിൽ ഉറ്റുനോക്കി രേഖ ചോദിച്ചു, ഗൗതം രാഘവനുമായി നിനക്കിപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അതെനിക്കിഷ്ടമല്ലെന്നത് കൊണ്ടാണല്ലോ ഈ ഒഴിഞ്ഞുമാറ്റം. ഗാഥ മിണ്ടിയില്ല. മനസ്സ് പറഞ്ഞു, അതെ. അതുപോട്ടെ, ഇന്നെന്താ പ്രോബ്ലം? ഒന്നുമില്ല. ഒന്നുമില്ലെന്നല്ല, എന്നോട് പറയേണ്ട കാര്യമില്ലെന്ന്. അതല്ലേ നീ ഉദ്ദേശിച്ചത്? കാരണം ഞാൻ നിന്റെ ശത്രു. ശരി, ഇനി ഈ ശത്രുവിൻ്റെ ശല്യമുണ്ടാവില്ല. രേഖ തിരിഞ്ഞു നടന്നതും ഗാഥ അവളെ പിടിച്ചു നിർത്തി. ഒന്നും മനസ്സിലാക്കാതെയാ നീ സംസാരിക്കുന്നത്. നീ തന്നെ അതിന് കാരണം. പറഞ്ഞൂടെ എന്നോടെല്ലാം? പറയാം. സഹായിക്കുമോ നീ? എങ്ങനെ? എനിക്ക് ഉടനെ കാണണം ഗൗതമിനെ. രേഖ വ്യക്തമാകാതെ ഉറ്റുനോക്കി. ഇനി എന്ത് എന്ന നിന്റെ ചോദ്യത്തിന് അത് നിശ്ചയിക്കേണ്ടത് ഞാനാണെന്നല്ലേ അന്ന് ഗൗതം നിന്നോട് പറഞ്ഞത്? അതിനാണ് രേഖയെ, അത് നിശ്ചയിക്കാനാണ് ഗൗതമിനെ കാണുന്നത്. രേഖ പകച്ചു. എന്താ ഇത്ര പെട്ടെന്ന്? മിക്കവാറും ഞാൻ PG കംപ്ലീറ്റ് ചെയ്യേണ്ടി വരില്ല. എൻ്റെ കഴുത്തിലേക്കൊരു കുരുക്കൊരുങ്ങുന്നുണ്ട് വീട്ടിൽ. ആ കുരുക്കിൻ്റെ പേര് വിവേക് മേനോൻ, അരവിന്ദൻ അങ്കിളിൻ്റെ മകൻ. അരവിന്ദ മേനോൻ്റെ അപ്രതീക്ഷിത സന്ദർശനം, വിശ്വനാഥൻ നായരോട് നേരിട്ടുള്ള ചോദ്യം, ഇന്ന് കാലത്ത് ബംഗളൂരിലേക്ക് പറന്ന വിശ്വനാഥൻ നായരുടെ ഫോൺ കോൾ, എല്ലാം ഗാഥ പറഞ്ഞു. എല്ലാം രേഖ കേട്ടു. എത്ര മാന്യമായ പ്രപ്പോസൽ എന്നാണ് രേഖയ്ക്ക് തോന്നിയത്. സൗഭാഗ്യം മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇവളത് തിരിച്ചറിയുന്നില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? അന്ന് പോയിട്ട് പിന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടോ ഗൗതം? ഇങ്ങോട്ടൊരിക്കലും വിളിക്കാറില്ലല്ലോ. ഞാനല്ലേ വിളിക്കാറ്. അടുപ്പമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കില്ലേ? വിളിക്കേണ്ടതല്ലേ? അങ്ങനെ ചീപ്പായി പെരുമാറുമോ? കോളേജ് റോമിയോ ഒന്നുമല്ലല്ലോ. സ്നേഹിക്കുന്ന പെണ്ണിന് ഫോൺ ചെയ്യുന്നതിലെന്താ ചീപ്നെസ്? രേഖ ചോദിച്ചു. പിന്നെ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, നീ പിണങ്ങരുത് ഗാഥേ. ഈ കാര്യത്തിൽ നിന്റെ ആവേശം ഗൗതമിനുണ്ടോ എന്ന് ആലോചിക്കണം. 21 37. ഒരു ജീനിയസിന് ഒരുപാട് ഫാൻസ് ഉണ്ടാവും. നിന്നെ അങ്ങനെ ഒരു ഫാനായിട്ടാവുമോ ഗൗതം കാണുന്നത്? നീ അതിനും അപ്പുറം എത്തിയെന്ന് ഗൗതമൻ അറിയുമോ? അറിയാം. അതിപ്പോഴൊരു വൺ വേ ബന്ധമൊന്നുമല്ല. ഇതിനൊരു ക്ലൈമാക്സേ ഉള്ളൂ. ഉറപ്പിച്ചോ നീ? ഗൗതമിൻ്റെ ആദ്യ കഥ വായിച്ചപ്പോൾ തന്നെ നിനക്ക് വാക്ക് തന്നോ ഗൗതം? ഞാൻ തുറന്നു ചോദിച്ചിട്ടില്ല ഇതുവരെ. ഗൗതം പറഞ്ഞിട്ടുമില്ല. വിവാഹക്കാര്യം ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പറയും ഗൗതം? അതാണ് നിന്നോട് ചോദിച്ചത്, എന്നെ സഹായിക്കുമോ എന്ന്. എല്ലാം വ്യക്തമായി സംസാരിക്കണം. നമുക്ക് ഗൗതമിനെ ചെന്ന് കാണണം. എവിടെ? അതറിയില്ല. അതല്ലേ ആദ്യം അറിയേണ്ടത്. റോഡ് വക്കിൽ നിന്ന് പറയേണ്ട വിഷയമല്ലല്ലോ ഇത്. അതിനല്ലേ ഇന്ന് രാവിലെ മുതൽ വിളിക്കുന്നത്. കിട്ടുന്നില്ല. വർക്കിലിരിക്കുമ്പോൾ ഫോൺ ഓഫായിരിക്കും. ഇപ്പോൾ ഓഫാ. ഓണായാലല്ലേ എവിടെയാണെന്ന് പിടികിട്ടൂ. അങ്ങനെ എവിടെയാണെങ്കിലും ചെന്ന് കാണാനൊക്കുമോ നിനക്ക്? ഗൗതം ആണും നീ പെണ്ണുമാ. പക്ഷേ അത് ഓർത്തിട്ട് കാര്യമില്ല രേഖേ. കാണാതെ പറ്റില്ലല്ലോ. എൻ്റെ ലൈഫിൻ്റെ പ്രശ്നമല്ലേ. ഹോട്ടലിലൊക്കെ ഇരുന്നാവില്ലേ ഇവർ കഥ എഴുതുന്നത്. അവിടെ ചെല്ലാനൊക്കുമോ നിനക്ക്? ഹോട്ടലില്ല, ഏത് കൊടുങ്കാട്ടിലാണെങ്കിലും ചെന്നല്ലേ പറ്റൂ. രേഖ അമ്പരപ്പോടെ കൂട്ടുകാരിയെ നോക്കി. ദൈവമേ, പറഞ്ഞു പറഞ്ഞ് എവിടേക്കാണ് ഇവൾ എത്തുന്നത്? ഇത്ര മാരകമാണോ സാഹിത്യം? സാഹിത്യം മയക്കുമരുന്നാണോ? സാഹിത്യം ക്യാൻസറാണോ? രേഖ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഗാഥ വീണ്ടും ഗൗതമിനെ ഫോണിൽ കിട്ടാനുള്ള ശ്രമമായി. പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു നക്ഷത്രം പ്രകാശിച്ചു. രേഖേ, കിട്ടി. ഹലോ, ഞാനാണ്. ഹലോ, എവിടെയാണ്? ട്രെയിനിലോ? എന്തിനാ ചെന്നൈയിൽ പോകുന്നത്? ഹലോ, കേൾക്കാൻ വയ്യ. ഹലോ. രേഖ ആകാംക്ഷയോടെ ഗാഥയെ നോക്കി നിന്നു. പിന്നെ ഇത്തിരി മുന്നോട്ട് നടന്നു. ഗാഥ സ്വതന്ത്രയായി സംസാരിച്ചോട്ടെ എന്ന വിചാരത്തോടെ. റേഞ്ച് കിട്ടാതെ സംസാരം ഇടയ്ക്കിടെ കട്ടായി. പക്ഷേ പട്ടത്തിൻ്റെ പൊട്ടിയ ചരട് വീണ്ടും പിടിച്ചെടുത്ത് കൂട്ടിക്കെട്ടുന്നത് പോലെ ഗാഥ ശ്രമം തുടർന്നു. അങ്ങനെ മുറിഞ്ഞും കൂട്ടിച്ചേർന്നും സംസാരം അരമണിക്കൂർ നീണ്ടു. ഒടുവിൽ ഏതോ കടവിലെത്തിയെന്ന് രേഖയ്ക്ക് ഗാഥയുടെ മുഖത്ത് നിന്ന് തോന്നി. മൊബൈൽ പേഴ്സിലിട്ടുകൊണ്ട് ഗാഥ രേഖയുടെ അടുത്തെത്തി.
ചെന്നൈക്ക് പോവുകയാണ് ഗൗതം. നാളെ ചെന്നൈ മലയാളി അസോസിയേഷൻ്റെ വക സ്വീകരണം. ഗാഥ പറഞ്ഞു. പറഞ്ഞു നീ കാര്യം പറഞ്ഞു. പക്ഷേ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് മുഴുവൻ മനസ്സിലായോന്ന് സംശയമുണ്ട്. ചെന്നൈയിൽ നിന്ന് ഗൗതം അടുത്ത ചൊവ്വാഴ്ച തിരിക്കും. ചൊവ്വാഴ്ച തിരിച്ചാൽ ഇവിടെ ബുധനാഴ്ച എത്തും. പക്ഷേ അടുത്ത ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ദിവസങ്ങൾ കുറേയുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയായിട്ടേ ഉള്ളൂ. ഗാഥയുടെ കണ്ണുകളിൽ ഏതോ ആശങ്കകൾ നിഴൽ വീഴ്ത്തുന്നത് രേഖ കണ്ടു. നീ വേവലാതിപ്പെടാതെ. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിന്നെ പിടിച്ച് കെട്ടിക്കുകയൊന്നുമില്ലല്ലോ. തന്നെയുമല്ല, എല്ലാം വീണ്ടും വീണ്ടും നിനക്ക് ആലോചിക്കാനുള്ള സമയം കൂടിയാണ് ഈ ഒരാഴ്ച. പെട്ടെന്ന് മേഘം സൂര്യനെ വിഴുങ്ങും പോലെ ഗാഥയുടെ മുഖം ഇരുണ്ടു. വീണ്ടും വീണ്ടും ആലോചിക്കുകയാണെന്ന് നീ പറഞ്ഞതിലെ സൂചന എന്താ? കാത്തു നിന്ന വണ്ടി വൈകിയാൽ കിട്ടുന്ന വണ്ടിക്ക് കയറാനോ? അങ്ങനെയൊരു അവസരവാദിയാണ് ഗാഥയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രേഖ വല്ലാതായി. അതല്ല ഗാഥയെ ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് രേഖയെ നീ ഉദ്ദേശിച്ചത്. ഒന്നെനിക്കിപ്പോൾ വ്യക്തമായി. ഈ കാര്യത്തിൽ എൻ്റെ ഭാഗത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ബാംഗ്ലൂരു വണ്ടിയിൽ കയറില്ല ഗാഥ. ഗൗതമിനെ എനിക്ക് വിശ്വാസമാണ്. ഗൗതമായിരിക്കും എൻ്റെ ഭർത്താവ്. അടുത്തയാഴ്ച ഗൗതം ഈ ടൗണിലെത്തും. ഞാൻ ചെന്ന് കാണും ഒറ്റയ്ക്ക്. എന്നിട്ട് ഞങ്ങളെല്ലാം തീരുമാനിക്കും. ഇങ്ങനെ പെട്ടെന്ന് പിണങ്ങല്ലേ നീ. ഞാനുണ്ട് നിന്റെ കൂടെ. എനിക്ക് വിശ്വാസമില്ലാതായി. എന്നെ വിശ്വസിക്കും നീ. നമുക്കൊന്നിച്ചു പോകാം. വേണ്ട, ഒറ്റയ്ക്കാവുന്നതാണ് നല്ലത്. വേറെ ആരെയും ബോധവൽക്കരിക്കേണ്ട ജോലിയില്ലല്ലോ. ഒരു ഉപകാരം മാത്രം നീ ചെയ്താൽ മതി. ഗൗതമിനെ ഞാൻ കാണാൻ പോകുമെന്ന് വീട്ടിൽ അറിയിക്കരുത്. അറിയിച്ചതുകൊണ്ട് ഒരു വിശേഷവുമില്ലെന്ന് വേറെ കാര്യം. ഒരു തീരുമാനമേ ഉള്ളൂ ഗാഥയ്ക്ക്. അത് നടപ്പാക്കിയിരിക്കും. രേഖയുടെ മറുപടിക്ക് കാക്കാതെ ഗാഥ ക്ലാസ്സിലേക്ക് നടന്നു. നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു മുറിവോടെ രേഖ ആ പോക്ക് നോക്കി നിന്നു. അവൾ പ്രത്യേകിച്ചൊരു ദൈവത്തിൻ്റെയും മുഖം ഓർക്കാതെ സർവ്വദൈവങ്ങളോടുമായി പ്രാർത്ഥിച്ചു, രക്ഷിക്കണേ ഇവളെ. 3 ദിവസം കഴിഞ്ഞ് സന്ധ്യ വീഴുന്നതേയുള്ളൂ. ടെറസിൽ കയ്യിലൊരു ടെക്സ്റ്റും പിടിച്ചുലാത്തുകയാണ് ഗാഥ. കണക്ക് കൂട്ടുകയായിരുന്നു അവളുടെ മനസ്സ്. ഗൗതം ചെന്നൈക്ക് പോയിട്ട് ഇന്ന് 4-ാം ദിവസം. ഇതിനിടെ 2 വട്ടം അയാളെ ഫോണിൽ കിട്ടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തമിഴിൽ ഒരേ മറുപടിയാണ് വന്നത്. ഇപ്പോൾ ഈ നമ്പർ പ്രതികരിക്കുന്നില്ല, പിന്നീട് വിളിക്കൂ. ലളിതമായി മനക്കണക്ക് കൂട്ടാവുന്നത് ഗാഥ ചെറിയ കുട്ടിയെപ്പോലെ വിരലിൽ എണ്ണി കണക്കാക്കി. 1, 2, 3, 4. ഇന്ന് 4-ാം ദിവസം. ഇനി 1, 2, 3, 4. 4 ദിവസം. 5-ന് ഗൗതം എത്തും. പെട്ടെന്ന് കയ്യിൽ മൊബൈൽ മുഴങ്ങി. ഞെട്ടിപ്പോയി ഗാഥ. ആ മുഴക്കം തമിഴ്നാട്ടിൽ നിന്നാണെന്ന് ഗാഥയ്ക്ക് തോന്നി. പക്ഷേ അടുത്ത നിമിഷം അത് മറ്റേതോ നമ്പറാണെന്ന് കണ്ടതും അവൾ മങ്ങി. ഹലോ, ഗാഥയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഇല്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഉൽക്കയെപ്പറ്റി വായിച്ചിട്ടേ ഉള്ളൂ ഗാഥ. പക്ഷേ ഇപ്പോൾ അത് തൻ്റെ തലയ്ക്ക് നേരെ മുകളിൽ വന്ന് മരണച്ചിരിച്ചിരിച്ച് നിൽക്കുന്നത് അവൾ കണ്ടു. തുടർന്ന് വിവേക് മാത്രം സംസാരിച്ചു. മൂളുകയോ ഞരങ്ങുകയോ മാത്രമേ അപ്പോൾ ഗാഥ ചെയ്തുള്ളൂ. ഒരു 5-6 കൊല്ലമെങ്കിലും ആയി കാണില്ലേ ഗാഥയെ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ജോലി കിട്ടിപ്പോകുന്നതിന് 1 മാസം മുമ്പ് ഞങ്ങൾ സകുടുംബം അവിടെ വന്നിരുന്നു. ഓർമ്മയുണ്ടാവും. അന്ന് ഗാഥ പനി പിടിച്ച് കിടപ്പായിരുന്നു. അടുത്ത ദിവസം എക്സാം ആയതിനാൽ ഉഗ്രമായ ടെൻഷനോടെ. രസമതല്ല, തിരിച്ച് തൃശ്ശൂരിലെത്തിയപ്പോൾ എനിക്കും നല്ല ടെമ്പറേച്ചർ. ഞാനും കിടപ്പായി. ഒരു 3 ദിവസം പകർച്ചപ്പനി. ഗാഥ കരുതലോടെ നിന്നു. അവൾ ചിന്തിച്ചു, ഈ കോൾ ഇപ്പോഴെന്തുകൊണ്ട്? ഒട്ടും വൈകിയില്ല ആ സംശയത്തിന് ഉത്തരം കിട്ടാൻ. ഈ 6 കൊല്ലത്തിന് ശേഷം പെട്ടെന്ന് ഈ ഫോൺ വിളി എന്താണെന്ന് ഗാഥ അത്ഭുതപ്പെട്ട് കാണും, ഇല്ലേ? പെട്ടെന്ന് അച്ഛൻ ആ കാര്യം പറഞ്ഞപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. ഏത് കാര്യമെന്ന് മനസ്സിലായല്ലോ. ഗാഥ ഉമിനീരിറക്കി. പിന്നെ അത്ഭുതം സന്തോഷമായി. കാരണം പഴയ പരിചയക്കാരാണല്ലോ നമ്മൾ. ആ ഫ്രണ്ട്ഷിപ്പ്. ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിവാഹം അതിനൊരു കാരണം. അങ്ങനെ എനിക്ക് തോന്നിയത്. ഗാഥയ്ക്കോ? എന്തോ ഒന്നും പറയാത്തത്? ആ അത്ഭുതത്തിൽ തന്നെയാണോ ഗാഥ ഇപ്പോഴും? വിവേക് ചിരിക്കുന്നത് അവൾ കേട്ടു. മിക്കവാറും അടുത്ത മാസം ആദ്യം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ലീവിന് ഞാൻ അപേക്ഷിച്ചു കഴിഞ്ഞു.
ഇവിടെ ലീവ് കിട്ടുക ലേശം പ്രയാസമുള്ള കാര്യമാണ്. സാലറിയുടെ വലുപ്പമനുസരിച്ച് ഉത്തരവാദിത്വവും വലുതാണ്. അപ്പോൾ അടുത്ത മാസം കാണാം. പിന്നെ പെണ്ണ് കാണലിന് അന്നത്തെ പോലെ പനി പിടിച്ച് കിടന്നേക്കല്ലേ. 6 കൊല്ലത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണിപ്പോൾ ഞാൻ. വിവേക് സംസാരം നിർത്തിയത് ഗാഥ അറിഞ്ഞില്ല. വളരെ വേഗത്തിൽ സന്ധ്യ ഇരുണ്ടു പോയതായി അവൾക്ക് തോന്നി. കണ്ണിനു മുമ്പിൽ ഒരു കരിമ്പടം വന്ന് വീണതുപോലെ. അച്ഛൻ എല്ലാം വേഗത്തിൽ തന്നെ ചെയ്തിരിക്കുന്നു. തന്നോട് ഒന്നും ചോദിച്ചില്ല, അമ്മ പോലും പറഞ്ഞില്ല. എല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊരനീതിയാണിത്. 21 വയസ്സായ പെണ്ണാണ് താൻ. വോട്ടവകാശമുള്ളവൾ. കഴിഞ്ഞ ഇലക്ഷന് വോട്ട് ചെയ്തവളാണ്. എന്നിട്ടാണ് ഇങ്ങനെ ഏകപക്ഷീയമായി നിശ്ചയിക്കാവുന്ന കാര്യമാണോ ഇത്? ഗാഥ ടെറസിൽ ചുറ്റി നടന്നു. മനസ്സാകെ അസ്വസ്ഥമായി. ഗൗതം വരാനിനി 3 ദിവസങ്ങൾ. പക്ഷേ അതുവരെ ക്ഷമിക്കാനാവില്ല. ബംഗളൂരു ഉൽക്ക തലയ്ക്ക് മീതെ തൂങ്ങി നിൽക്കുന്നു. ഗാഥ ഗൗതമിൻ്റെ നമ്പർ അമർത്തി. മൊബൈൽ കാതോട് ചേർത്തു. ഗൗതമിൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ആ ശബ്ദം തൻ്റെ കാതിലെത്തും. ഗൗതമിൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ, അതല്ല സത്യമല്ലെങ്കിൽ, രേഖ പറഞ്ഞതുപോലെ ഗൗതമിന് താൻ വെറും ഒരു ആരാധിക മാത്രമാണെങ്കിൽ ആ കോൾ ചെന്നൈയിലെത്തില്ല. എന്തായാലും ഗൗതം അതെടുക്കില്ല, തന്നെ വിളിക്കില്ല. ഗാഥ കാത്തു നിന്നു. റിങ് പോകുന്നു, എടുക്കുന്നില്ല. റിങ് പോകുന്നു, എടുക്കുന്നില്ല. ഗാഥയുടെ നെഞ്ചിടിപ്പ് കൂടി. എല്ലാം ഇപ്പോൾ അവസാനിക്കും. ഈ ലോകത്ത് നീർക്കുമള പോലെ പൊട്ടിത്തകർന്ന് ശൂന്യതയിൽ ലയിച്ച പരകോടി പ്രേമഭ്രാന്തുകളുടെ കൂട്ടമരണത്തിലേക്ക് തൻ്റെ ഭ്രാന്തും ചെന്ന് വീഴും. വീഴട്ടെ, വീണടിയട്ടെ, എല്ലാം തീരട്ടെ. ഗാഥ കണ്ണുപൂട്ടി നിന്നു. അപ്പോൾ അവസാനത്തെ റിങ് ഒടുങ്ങുന്നതിന് തൊട്ടു മുമ്പ് പെട്ടെന്നത് സംഭവിച്ചു. നാളുകൾക്ക് മുമ്പ് ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് കേട്ട ആ മുഴക്കമുള്ള ആണത്തമുള്ള ഒച്ച ചെന്നൈ അതിർത്തി താണ്ടി കേരളത്തിലേക്ക് വന്നു. അത് ഗാഥയോട് ഇപ്രകാരം ചോദിച്ചു: ഹലോ ഗാ, എന്നെ സമാചാരം, സൗഖ്യമാ? എനിക്ക് അടിയന്തരമായി കാണണം, ഗാഥ പറഞ്ഞു. ആരുടെ അടിയന്തരമാണ്? ഗൗതം രാഘവൻ ചിരിച്ചു. പക്ഷേ ഗാഥയ്ക്ക് ചിരിക്കാനായില്ല. നിൽക്കുന്നത് മുള്ളിന്മേലാണ്. പച്ച മാംസത്തിനുള്ളിൽ മുള്ള് തുറഞ്ഞു കയറിയിരിക്കുകയാണ്. നോവുന്നു, വിങ്ങുന്നു. എങ്ങനെ ചിരിക്കും? ഇത് തമാശയല്ല. ഉടനെ കണ്ടേ തീരൂ. കാണാം. ഞാൻ നാളെ വൈകിട്ട് പുറപ്പെടും. ഇപ്പോൾ പുറപ്പെട്ടൂടെ? ഒരു കഥാ ക്യാമ്പിലാണ് ഗാഥയെ ഞാൻ. 10 മിനിറ്റിനുള്ളിൽ 50ഓളം തമിഴ് വായനക്കാർക്ക് മുമ്പിൽ എൻ്റെ ക്ലാസ് ആരംഭിക്കും. തമിഴിലെ പ്രശസ്തരായ പല റൈറ്റേഴ്സ് ഉണ്ട് ക്ലാസ് എടുക്കാൻ. ഗാഥ തമിഴിലെ ഏതെങ്കിലും വർക്ക് വായിച്ചിട്ടുണ്ടോ? തർജ്ജമ ജയകാന്തൻ്റെയോ സുന്ദര രാമസ്വാമിയുടെയോ ജയമോഹൻ്റെയോ? ഉറുമ്പിൻ കൂട്ടിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പ്രണയഗാനം കേൾപ്പിക്കുന്ന മാതിരിയാണ് ഗാഥയ്ക്ക് തോന്നിയത്. മനസ്സിലിപ്പോൾ കഥയും കവിതയും ഒന്നുമില്ല. ബംഗളൂരു എന്ന അപകട സൈറൻ മാത്രം. നാളെ വൈകിട്ട് തന്നെ പുറപ്പെടില്ലേ? താൻ ഇത്തിരി ടെൻസാണോ? അതെ. എന്തു പറ്റി? നേരിൽ പറയേണ്ട കാര്യമാണ്. വന്നാൽ എവിടെയാണ് കാണാനൊക്കുക? തൻ്റെ പട്ടണത്തിലെ ഏതെങ്കിലും ഒരു താവളത്തിൽ. സ്ഥലമൊക്കെ വന്നിട്ട് പറയാം. ഇപ്പോൾ ഞാൻ പോയി ക്ലാസ് എടുക്കട്ടെ കൃഷ്ണഗാഥേ. ഏറെ വർത്തമാനമൊന്നും നടന്നില്ലെങ്കിലും ഉള്ളിലെ ഉത്കണ്ഠ എത്തിക്കാനായതിൽ ഗാഥയ്ക്ക് വളരെ ആശ്വാസം തോന്നി. കോൾ തീർന്നതും താഴെ നിന്ന് വിശ്വനാഥൻ നായർ വിളിച്ചതും ഒന്നിച്ചായിരുന്നു. നീ പഠിക്കുകയായിരുന്നോ? വിശ്വനാഥൻ നായർ അവളുടെ കയ്യിലെ ടെക്സ്റ്റിലേക്ക് നോക്കി ചോദിച്ചു. ഗാഥ മൂളി. പിന്നെ വിവേക് വിളിച്ചിരുന്നോ നിന്നെ? വിവേകോ? ഏത് വിവേക്? ഗാഥ ഓർമ്മക്കുറവ് നടിച്ചു. ഏത് വിവേക? അരവിന്ദൻ്റെ മോനെ നീ മറന്നോ മോളെ? വിശ്വനാഥൻ നായർ ചോദിച്ചു. ഓ, ആ വിവേക്. ആരാ എൻ്റെ നമ്പർ കൊടുത്തത്? ശാരദാമ്മ ചിരിച്ചും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ചുമലിൽ കൈവച്ചു. ഞങ്ങൾ തന്നെ. അവൻ നമ്പർ ചോദിച്ചു. നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. നീ അവനെ മറന്നോന്നറിയണമെന്ന്. അത് വേണ്ടായിരുന്നു. പണ്ടത്തെ കുട്ടികളൊന്നുമല്ലല്ലോ ഇപ്പോൾ. എനിക്കിഷ്ടമല്ല ആ പരിചയം ഇനി പുതുക്കുന്നത്. വിശ്വനാഥൻ നായർ വിസ്മയത്തോടെ ഗാഥയുടെ നേർക്ക് നോക്കി. ശാരദാമ്മയും. നീ എന്താ മോളെ ഈ പറയുന്നത്? ഹീസ് അവർ ബോയ്. പിന്നെ പരിചയം പുതുക്കൽ മാത്രമല്ല, വിവേക് നമ്മുടെ ബന്ധുവാകാൻ പോവുകയാണ് അടുത്ത മാസം. അവൻ ഇവിടെ വരും. അറിഞ്ഞു. ആ വരവ് വെറും വരവല്ല, നിന്നെ.
എന്നെ പെണ്ണ് കാണാൻ വരുന്ന വിവരം എന്നോടൊന്ന് പറയണ്ടേ അച്ഛാ? എൻ്റെ മനസ്സിൽ എന്താന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ നിങ്ങൾ? കൊച്ചു കുട്ടികളെ പ്ലേ സ്കൂളിൽ ചേർക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ. എൻ്റെ ലൈഫിൻ്റെ പ്രശ്നമല്ലേ, ഞാൻ അറിയണ്ടേ? വിശ്വനാഥൻ നായർ മിഴിച്ചു നോക്കി. നിന്റെ ലൈഫിൻ്റെ കാര്യമായതുകൊണ്ടല്ലേ ഞങ്ങൾ, നിന്റെ അച്ഛനും അമ്മയും ഇത് തീരുമാനിച്ചത്? അതൊന്നും ചിന്തിക്കാതെ കണ്ണടച്ചങ്ങ് തീരുമാനിച്ചതൊന്നുമല്ല. എല്ലാ വശവും നോക്കിയിട്ട് തന്നെയാ. ഇനി മറ്റെല്ലാം ശരിയായിട്ട് ജാതകം തീരെ ചേരുന്നില്ലെങ്കിൽ ഈ ഡിസിഷൻ മാറുകയും ചെയ്യും. ഗ്രഹനില അരവിന്ദനെന്ന് മെയിൽ ചെയ്യും. അത് മാച്ചായാൽ പിന്നെ ഒരു തടസ്സവുമില്ല. ഒരു തടസ്സവുമില്ലെന്ന് അച്ഛൻ എങ്ങനെ പറയാനൊക്കും? വിശ്വനാഥൻ നായർ തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത്. എന്താ തടസ്സം? ശാരദാമ്മ ഉത്കണ്ഠയോടെ ചോദിച്ചു. എന്താ ഗാഥേ നീ പറയുന്നത്? ഗാഥ മനസ്സിൽ പല ഉത്തരങ്ങളും കൂട്ടിക്കിഴിച്ചു. എന്ത് പറയണം? വിവേകിനെ അങ്ങനെ കാണാനാവില്ലെന്നോ? സ്വന്തം പുരുഷനെ സ്വയം കണ്ടെത്തിക്കൊള്ളാമെന്നോ? അതോ ആ കണ്ടെത്തൽ നടന്നു കഴിഞ്ഞെന്നോ? അച്ഛൻ്റെ മുഖത്ത് നോക്കിയാണ് പറയേണ്ടത്. നാളിതുവരെ ചെയ്യാത്തത്. ഗാഥയുടെ കൈകാലുകൾ വിയർത്തു. തടസ്സം എന്താണെന്ന് പറയടി. വിശ്വനാഥൻ നായർ ഗാഥയെ ഉറ്റുനോക്കി. എനിക്ക്, നിനക്ക് PG കംപ്ലീറ്റ് ചെയ്യണം. വിശ്വനാഥൻ നായർ ചിരിച്ചു. അത്രയേ ഉള്ളൂ. വിവാഹം അതിനൊരു തടസ്സമേ അല്ലല്ലോ. എന്തിനാ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത്? എന്താ ഇത്ര ധൃതി ഈ വിവാഹത്തിന്? നിന്റെ ഭാവി സേഫ് ആക്കണം ഞങ്ങൾക്ക്. അപ്പോൾ എനിക്കൊരു വോയിസും ഇല്ലേ എൻ്റെ കാര്യത്തിൽ? പരീക്ഷ തോറ്റാലാണ് പെൺകുട്ടികളെ സാധാരണ പിടിച്ച് കെട്ടിക്കുക. ഗിരിചേച്ചിയുടെ കല്യാണം അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ ഞാനൊരു എക്സാമും തോറ്റിട്ടില്ല. +2-ന് 90% മാർക്ക് സ്കോർ ചെയ്തവളാണ്. ഡിഗ്രിക്ക് 2nd റാങ്ക് വാങ്ങിച്ചവളാണ്. പിന്നെ എന്തിനാ ഈ പണിഷ്മെൻറ്റ്? പണിഷ്മെൻറ്റോ? വിശ്വനാഥൻ നായരുടെ പുരികം ചുളിഞ്ഞു. ആദ്യമാണല്ലോ നീ ഇങ്ങനെ ഷാർപ്പായി സംസാരിക്കുന്നത്. എവിടുന്ന് കിട്ടി ഈ ഭാഷ, ഈ ധൈര്യം? ശാരദാമ്മ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ച് തിരിച്ചു ചോദിച്ചു. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നല്ല മിടുക്കൻ പയ്യനല്ലേ വിവേക്? കുഞ്ഞിലേ മുതൽ നിനക്കറിയാവുന്നതല്ലേ അവനും നിന്നെ എന്തിഷ്ടമാ. കല്യാണം കഴിഞ്ഞാലും പഠിക്കുന്നതിന് അവൻ സഹായിക്കുകയുള്ളൂ. നമ്മുടെ പയ്യനല്ലേ വിവേക്? ഇപ്പോഴും എത്ര നല്ല പോസ്റ്റിലെത്തിയിട്ടും എന്താ അവൻ്റെ ഒരു എളിമ? തുടർച്ചയായി അങ്ങനെ പോയിന്റുകൾ ഓരോന്നായി എടുത്തിട്ട് ശാരദാമ്മ വാദിച്ചപ്പോൾ ഗാഥയ്ക്കൊന്നുറപ്പായി. ഇവിടെ ഇനി തർക്കം കൊണ്ട് ഫലമില്ല. ഇവർ എല്ലാം നിശ്ചയിച്ച് അടിവരയിട്ട് കഴിഞ്ഞിരിക്കുന്നു. കവറിലാക്കി സ്റ്റാമ്പ് ഒട്ടിച്ച് സീല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗാഥ വിവേകിന്. കാരണം വിവേക് തൻ്റെ പഴയ ചങ്ങാതിയാകുന്നു. വിവേക് കുടുംബസുഹൃത്തിൻ്റെ മകനാകുന്നു. വിവേക് വലിയ ഉദ്യോഗസ്ഥനാകുന്നു. വിവേക് ഭാര്യയുടെ തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തടസ്സം നിൽക്കാത്തവനുമാകുന്നു. വിവേക് അതാകുന്നു, ഇതാകുന്നു, മറ്റേതാകുന്നു, എല്ലാം പ്ലസ് പോയിന്റുകൾ മാത്രം. പക്ഷേ ഇതിനെല്ലാറ്റിനും കൂടി നിങ്ങൾക്ക് തരാൻ എനിക്കൊരു മറുപടിയുണ്ട്. വ്യക്തമായ മറുപടി. കേട്ടോളൂ. ഗാഥ അകമേ പറഞ്ഞു. വിവേക് സർവഗുണസമ്പന്നനായിരിക്കാം, എതിർപ്പില്ല. പക്ഷേ വിവേകിൻ്റെ ഭാര്യയാവാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഞാനിപ്പോൾ മനസ്സുകൊണ്ട് വിവാഹിതയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഗൗതം രാഘവൻ. മറ്റന്നാൾ ആ മനുഷ്യൻ കേരളത്തിലെത്തും. അതോടെ ഞങ്ങളുടെ വിവാഹ ദിവസവും തീരുമാനിക്കപ്പെടും ഔദ്യോഗികമായി. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങാം. വേഗോ അവിവേകോ ആരുമായിക്കോട്ടെ, ഞാൻ ഇടപെടുന്നില്ല. മടിയൻ ഭൂമി എത്ര മെല്ലെയാണ് സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നത്. ഗാഥ ഓർത്തു. മണിക്കൂറുകൾ മന്ദരോഗികളാണെന്ന് ജീവിതത്തിൽ ആദ്യമായി അവൾ മനസ്സിലാക്കുകയായിരുന്നു. മനസ്സ് ചെന്നൈയിൽ കടിച്ചു തൂങ്ങിക്കിടപ്പാണ്. മറ്റൊന്നിലും ശ്രദ്ധ വീഴുന്നില്ല. മറ്റൊന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല. പല്ല് തേക്കാൻ ടൂത്ത് ബ്രഷും പിടിച്ച് പ്രതിമയായി വാഷ് ബേസിന് മുന്നിൽ നിൽക്കുന്ന മകളുടെ ചുമലിൽ തട്ടി ശാരദാമ്മ ചോദിച്ചു. നീ എന്താ സ്വപ്നം കാണുന്നോ? കോളേജിലേക്കുള്ള യാത്രയിൽ രേഖ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഒന്നിനും മറുപടി കിട്ടിയില്ല. രേഖയ്ക്ക് ദേഷ്യം വന്നു. നീ എവിടെയാ ഗാഥേ? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? ഇന്ന് വൈകിട്ട് പുറപ്പെടും. സ്വപ്നത്തിൽ എന്ന പോലെ ഗാഥ പറഞ്ഞു. ആര്? ഓ, ഇപ്പം മനസ്സിലായി നീ എവിടെയാണെന്ന്. ഗാഥയുടെ കണ്ണുകളിൽ ഒരു ചിരി തെളിഞ്ഞു. രേഖയ്ക്കാവട്ടെ അത് അപായ വെളിച്ചമായിട്ടാണ് തോന്നിയത്. ചുവന്ന വെളിച്ചം, തീ വെളിച്ചം. ഗാഥയുടെ വീട്ടിൽ ഒരു ബോംബ് വീഴാൻ പോകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആ വീട്ടിലെ മനുഷ്യരുടെ സമാധാനം ഒന്നോടെ ഭൂം എന്ന് പൊട്ടിച്ചിതറും. ഗാഥേ,
രേഖ സംശയിച്ചു വിളിച്ചു. നീ ഫൈനലായിട്ട് തീരുമാനിച്ചോ? നേരത്തെ പറഞ്ഞല്ലോ വീട്ടിൽ. ഗൗതമിനെ കണ്ട ശേഷം പറയും അച്ഛനോടും അമ്മയോടും. അവർ സമ്മതിക്കില്ല. അവരെന്നെ പുറത്താക്കും. ഞാൻ ഗൗതമിൻ്റെ അടുത്തേക്ക് പോകും. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യും. അപ്പോൾ നിനക്കെല്ലാം വ്യക്തമായില്ലേ? ഇനി ഈ സബ്ജക്റ്റിനെ പറ്റി ചോദ്യങ്ങൾ വേണ്ട, ഉപദേശവും. രേഖ പിന്നെ മിണ്ടിയില്ല. ഈ വിഷയത്തിൽ ഇനി തനിക്ക് ഒരു വേഷവുമില്ലെന്ന് അവൾക്ക് ബോധ്യമായി. അന്ന് രാത്രി അടുക്കള കാര്യങ്ങളെല്ലാം ഒതുക്കി പുറത്തു കടന്ന ശാരദാമ്മ ഗാഥയുടെ മുറിവാതിൽക്കലെത്തി വെറുതെ അകത്തേക്കൊന്ന് നോക്കി. നിവർത്തി വെച്ച ഒരു പുസ്തകവും അതിനു മുന്നിൽ ചുവരിലേക്കോ മറ്റോ നോക്കി നിശ്ചലമായിരിക്കുന്ന മകളും. 4-5 ദിവസങ്ങളായി ആവർത്തിച്ചു കാണുന്നു ഈ ദൃശ്യം. അകത്തേക്ക് ചെന്ന് പുസ്തകത്തിൽ തട്ടി ശാരദാമ്മ ചോദിച്ചു, നീ എവിടെയാ? പഠിച്ചു തീർന്നെങ്കിൽ പോയി കിടന്നോടെ? ഇല്ല, പഠിക്കാനുണ്ട്. ഗാഥ വേഗം കണ്ണുകൾ പുസ്തകത്തിലേക്ക് താഴ്ത്തി. പഠിപ്പ് ഞാൻ കണ്ടു. ആരെ ബോധിപ്പിക്കാനാ ഈ അഭിനയം? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുക. എന്താ നിനക്ക് പറ്റിയത്? എന്തു പറ്റാൻ? ഒന്നുമില്ല. നുണ പറയാനും ശീലമായി അല്ലേ? ശാരദാമ്മ തിരിഞ്ഞു നടന്നതും ഗാഥ അവരുടെ കയ്യിൽ പിടിച്ചു കണ്ണുകളിലേക്ക് നോക്കി. എന്താ? ദേഷ്യപ്പെടരുത്, എങ്കിലേ പറയൂ. ദേഷ്യപ്പെടില്ലെന്ന് ശാരദാമ്മ പറഞ്ഞില്ല. എന്തോ അപകടം വരുന്നു എന്നവർക്ക് തോന്നി. അമ്മമാരുടെ തോന്നലുകൾ, വിശേഷിച്ചും പെൺമക്കളെ പറ്റിയുള്ളവ 99% കൃത്യമായിരിക്കും. ശാരദാമ്മ ഗാഥയുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. നിനക്ക് ഈ കല്യാണം വേണ്ട, അതല്ലേ? നെഞ്ചിനുള്ളിൽ വിസ്മയത്തിൻ്റെ ഒരു തിരയടിയുണ്ടായി ഗാഥയ്ക്ക്. അമ്മ തൻ്റെ മനസ്സ് കണ്ടല്ലോ, അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എങ്കിലും ആ സന്തോഷം പ്രകടമാക്കാതെ അവൾ ശാന്തമായി പറഞ്ഞു, അതെ, എനിക്കിത് പറ്റില്ലമ്മേ. ഗാഥയൊന്ന് നിർത്തി. അവൾ മുഖമുയർത്തി അമ്മയുടെ പ്രതികരണം ശ്രദ്ധിച്ചു. ശാരദാമ്മയാവട്ടെ തുടർന്ന് ഇങ്ങനെയൊരു ഘട്ടത്തിൽ ഏതമ്മയ്ക്കും ചോദിക്കാവുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതിനിടെ എവിടെയാണ് നീ വീണുപോയത്? ഏതവനാണ് ആ മറ്റവൻ? ശാരദാമ്മ ഒന്നും ചോദിച്ചില്ല. 21-ലെത്തിയ മകളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അവർ നിന്നു. ഗാഥയാവട്ടെ ഈ ചോദ്യങ്ങൾ അത്രയും അമ്മയുടെ മുഖത്ത് വായിച്ചു. അതുകൊണ്ട് ചുണ്ടിൻ്റെ കോണിൽ എവിടെയോ ആദ്യ പ്രേമത്തിൻ്റെതായ ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു തുടങ്ങി, കാരണം ഞാനൊരാളെ മതി. ശാരദാമ്മ മകളുടെ വാക്കുകളുടെ കടക്കിൽ തന്നെ വെട്ടി. ഇനിയൊരക്ഷരം ഇതേപ്പറ്റി മിണ്ടണ്ട. ലൈറ്റണച്ച് കിടന്നുറങ്ങിക്കോ മര്യാദയ്ക്ക്. ഒന്നമർത്തി നോക്കിയിട്ട് ശാരദാമ്മ മുറി വിട്ടുപോയി. പാതി ഉറക്കത്തിലായിരുന്നു വിശ്വനാഥൻ നായർ. വാതിലടയുന്ന ഒച്ച കേട്ട് അയാൾ അവ്യക്തമായി എന്തോ ചോദിച്ചു. ശാരദാമ്മ ഒന്നും പറഞ്ഞില്ല. കിടക്കയുടെ അറ്റത്ത് ഇരുട്ടിലേക്ക് നോക്കി ഏറെ നേരം കിടന്നിട്ടും അവർക്കുറങ്ങാനായില്ല. മകളെ ഓർത്ത് അവർ അമ്പരക്കുകയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഗിരിജയെപ്പോലെയല്ലെന്നറിയാം. കിണറ്റിലെ തവളയാണ് ഗിരിജ. തൻ്റെ പ്രകൃതം. എന്തിലും പുറകിലേ നിൽക്കൂ. വിശ്വേട്ടൻ പറയുന്നതാണ് തൻ്റെ ലോകം, ഗിരിജയുടേത് രാമദാസ് പറയുന്നതും. നേരെ മറുപുറമാണ് ഗാഥ. ചുണക്കുട്ടി എന്നായിരുന്നു സ്കൂളിലെ പേര്. ഓട്ടം, ചാട്ടം, പ്രസംഗം, കവിത, ഏത് മത്സരത്തിന് മുന്നിലുണ്ടാവും. 10ാം ക്ലാസ്സിൽ വെച്ച് പ്രേമലേഖനം കൊടുത്ത ഒരു പയ്യൻ്റെ മൂക്കിടിച്ച് ചോര വരുത്തി. അന്ന് അഭിമാനത്തോടെ അവൾക്ക് കൈ കൊടുത്ത് വിശ്വേട്ടൻ പറഞ്ഞു, മിടുക്കി, ഐ ആം പ്രൗഡ് ഓഫ് യു. ആ പെൺകുട്ടിയാണോ കുറച്ചു മുമ്പ് തന്നോട്? എനിക്ക് പറ്റില്ലമ്മേ, കാരണം ഞാനൊരാളെ. ശാരദാമ്മ അസ്വസ്ഥയായി തിരിഞ്ഞു കിടന്നു. ഒരാൾ, വിവേകമില്ലാത്ത ഒരാൾ. അവൾ അങ്ങനെ പറഞ്ഞു. ഉൾക്കൊള്ളാനാവുന്നില്ല. വേണമെങ്കിൽ താൻ ഗാഥയുടെ മുറിയിൽ ചെന്നില്ലെന്നും അവൾ അങ്ങനെയൊന്നും തന്നോട് പറഞ്ഞില്ലെന്നും സ്വയം വിശ്വസിപ്പിക്കാം. പ്രേമത്തെ മർദ്ദിച്ച് ചോര വരുത്തിയ ആ പഴയ 10ാം ക്ലാസ്സുകാരിയെ തിരിച്ചു വിളിച്ച് മനസ്സിലുറപ്പിക്കാം. പക്ഷേ അത് സത്യമല്ല. സത്യം വേറെയാണ്. തൻ്റെ മകൾ ഒരാപത്തിൽപ്പെട്ടിരിക്കുന്നു. അതാണ് സത്യം. ഏതോ ഒരു കുരുക്ക്. അതിൻ്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നില്ല. കാരണം അവളുടെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു ബലമുണ്ട്. ഒരു നിഷേധത്തിൻ്റെ ബലം, തീരുമാനത്തിൻ്റെ ബലം. അത് വർദ്ധിച്ചുകൂടാ. അതില്ലാതാകണം. ശാരദാമ്മ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഗാഥയുടെ മുറിയിലേക്ക് നേരെ നടന്നു. എന്തു വേണം, എങ്ങനെ വേണം എന്ന ചിന്തയിൽ ഗാഥയുടെ വാതിൽക്കൽ അവർ നിന്നു. അകത്ത് ഫാൻ കറങ്ങുന്നതിൻ്റെ ഒച്ച കേൾക്കാം. അവൾ ഉറങ്ങിയിരിക്കുമോ? വേണ്ട. ധൃതി പിടിച്ച് ഈ രാത്രി തന്നെ
ഈ പ്രശ്നത്തിലേക്ക് ചാടണ്ട. ചിലപ്പോൾ താൻ ഉദ്ദേശിക്കുന്ന അത്രയും സാരമായിരിക്കില്ല കാര്യം. കോളേജ് പെൺകുട്ടികളാണ്. പുതിയ ക്ലാസ്സിലെത്തുമ്പോൾ പഴയ ക്ലാസ്സിനെ മറക്കുന്നത് പോലെ മാഞ്ഞു പോയേക്കാവുന്നതേ ഉള്ളൂ ഈ മായ. പക്ഷേ അങ്ങനെ സമാധാനിച്ച് കണ്ണടയ്ക്കുന്നതും ശരിയല്ല. എത്രയും വേഗം വിവേകമായി വിവാഹം അത് നടത്തുക. അത് നടന്നേ മതിയാകൂ. അതോടെ അവളെ ഇപ്പോൾ പൊതിഞ്ഞിരിക്കുന്ന ഈ പായൽ ഒഴിഞ്ഞു പോകും. ദൈവമേ എന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ശാരദാമ്മ കണ്ണുകൾ അടച്ചു. ഗാഥയാകട്ടെ കാതോർത്ത് കിടക്കുകയായിരുന്നു. ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിൻ്റെ ചക്രങ്ങൾ അവളുടെ ചെവിക്കരികിൽ താളനിബദ്ധമായി ശബ്ദിച്ചു. താനും ആ ചക്രങ്ങൾക്ക് മുകളിൽ യാത്രയിലാണെന്ന് അവൾ സങ്കല്പിച്ചു. ബോഗിയിൽ എതിർ സീറ്റിൽ ഒരു നോവലും 14 ചെറുകഥകളും എഴുതിയ മനുഷ്യൻ താടിമീശകൾ തടവിയിരിക്കുന്നു. ഇടയ്ക്ക് അവളെ നോക്കി ചിരിക്കുന്നു. പുറപ്പെടുന്ന വിവരം അവളെ അറിയിച്ചിരുന്നു ഗൗതം രാഘവൻ. ഞാൻ വൈകിട്ട് പുറപ്പെടുന്നു. പുലർച്ചെ കേരളത്തിലെത്തും. തൻ്റെ ജില്ലയിലെത്തുമ്പോൾ സൂര്യഭഗവാൻ തലപൊന്തിച്ചിരിക്കും. ഇതായിരുന്നു സന്ദേശം. പിന്നെ പലവട്ടം വിളിച്ചു നോക്കിയെങ്കിലും അക്ഷരങ്ങളും ശബ്ദവും ചിതറിപ്പോയി. രാത്രിക്ക് അന്ത്യമില്ലെന്ന് തോന്നി ഗാഥയ്ക്ക്. ക്ലോക്കിൽ സൂചികൾക്ക് പകരം 2 ആമകളാണെന്നും അവ തൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നു. അമ്മയോട് സൂചിപ്പിച്ചത് ബുദ്ധിയായോ? ശാരദാമ്മ മുറി വിട്ടു പോയ ശേഷം അവൾ ഓർത്തു. അതോ മണ്ടത്തരമോ? 2 ചോദ്യങ്ങളും അവളെ 2 വിരുദ്ധ ദിശകളിലേക്ക് വലിച്ചു. പെട്ടെന്ന് പറഞ്ഞു പോയതാണ് അമ്മയോട്. പറഞ്ഞ സന്ദർഭം തെറ്റിയോ? അമ്മയിൽ നിന്ന് അച്ഛനിലേക്ക് തൻ്റെ മറുപടി ഈ രാത്രി തന്നെ എത്തിയാൽ നാളത്തെ പദ്ധതി അത്രയും തകരും. നാളത്തെ യാത്ര തന്നെ വിലക്കപ്പെടും. എങ്ങോട്ട് പോകുന്നു? ക്ലാസ്സുണ്ട്. ഇനി ക്ലാസ്സിൽ പോകണ്ട, മതി പഠിത്തം. ഇതാവും കാലത്തെ സീൻ. അങ്ങനെ സംഭവിക്കുമോ? അസ്വസ്ഥയായി ഗാഥ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഇരുന്നും നടന്നും നഖം കടിച്ച് തുപ്പിയുമൊക്കെയായി അവൾ രാത്രിയെ മുന്നോട്ട് ഉന്തി നീക്കി. അങ്ങനെ ഒടുവിൽ സൂര്യനെ പിടിച്ചു വലിച്ച് കിഴക്കെത്തിച്ചു. ഇനി അറിയേണ്ടത് 2 പേരുടെ പ്രതികരണമാണ്. അടുക്കളയിൽ അമ്മയെ സഹായിക്കാനെന്ന പോലെ ചെന്ന് ഗാഥ ശാരദാമ്മയെ നിരീക്ഷിച്ചു. എന്തെങ്കിലും ഭാവമാറ്റം? അത്ഭുതം തോന്നി. അമ്മ പുഞ്ചിരിക്കുന്നു. ഗാഥ ലിവിംഗ് റൂമിലെത്തി. അത്ഭുതം. വിശ്വനാഥൻ നായർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. ഇടയ്ക്ക് അവളെ നോക്കിയും ചിരിച്ചു. ഗാഥയുടെ ശ്വാസം നേരെ വീണു. അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അമ്മയോട് താൻ പറഞ്ഞ മറുപടി അച്ഛനിലെത്തിയില്ല. ഭൂമിയിലും ആകാശത്തിലും തൽക്കാലം സമാധാനം. ആ സമാധാനത്തിൻ്റെ ഓക്സിജൻ ശ്വസിച്ച് ഗാഥ മുറിയിലേക്ക് മടങ്ങി. ചെന്നൈ തിരുവനന്തപുരം വണ്ടി ഇപ്പോൾ കേരളം തൊട്ടിരിക്കണം. എവിടെയുണ്ടാവും? പാലക്കാട് കടന്നിരിക്കുമോ? ആകാംക്ഷയുടെ തുമ്പത്താണ് മനസ്സ്. വിളിച്ചു ചോദിക്കാനുള്ള യന്ത്രം മേശപ്പുറത്തുണ്ട്. പക്ഷെ ലിവിംഗ് റൂമിൽ ഫോൺ സംഭാഷണം കഴിഞ്ഞ് പത്രവായനയിൽ അച്ഛൻ, അടുക്കളയിൽ പ്രാതലിൻ്റെ ജോലിയിൽ അമ്മ. മെല്ലെ സംസാരിച്ചാൽ പായുന്ന എക്സ്പ്രസ് ട്രെയിനിൻ്റെ അലർച്ചയിൽ ഗൗതം ഒന്നും കേൾക്കില്ല. ശബ്ദമുയർത്തിയാൽ ഇവിടെ കേൾക്കാൻ പാടില്ലാത്തവർ കേൾക്കും. ഇനി ടെറസ് തന്നെ രക്ഷ. ഗാഥ മൊബൈൽ ഫോണുമായി ടെറസിലേക്ക് പടികൾ കയറി. ഹലോ, ഗാഥയാണ്. ഗുഡ് മോർണിംഗ് ഗാഥ. എവിടെയായി? 1.5 മണിക്കൂർ കഴിഞ്ഞാൽ തൻ്റെ ജില്ല. എവിടെ കാണാനൊക്കും? കാണാം ഗാഥേ. എവിടെ? എപ്പോൾ? ആദ്യം ഞാൻ ഭൂമിയിൽ ഇറങ്ങട്ടെടോ. 2 ദിവസം ഉണ്ടാവും തൻ്റെ സിറ്റിയിൽ. അതിനകം എപ്പോൾ വേണമെങ്കിലും. പോരാ, ഇന്ന് തന്നെ കാണണം. നാളെ ലോകാവസാനമാണോ? തമാശയല്ല സർ, വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എവിടെ കാണുമെന്ന് പറയൂ പ്ലീസ്. തീരുമാനിച്ചിട്ടില്ല. ഒരു പുസ്തക മുതലാളിയെ കാണാനാണ് വരുന്നത്. പുതിയ നോവൽ സംബന്ധിച്ച ഡയലോഗിന്. സാധാരണ അവിടെ വന്നാൽ ഞാൻ തങ്ങുക നികുഞ്ചത്തിലാണ്. നികുഞ്ചമോ? അതെ, ഹോട്ടൽ നികുഞ്ചം ബീച്ച് റോഡിലാണ്. ഞാൻ എങ്ങനെ അവിടെ വരും? ഹോട്ടലിലൊക്കെ എന്താ വന്നാൽ? ഒരു ഹോട്ടലിൻ്റെ അന്തരീക്ഷമൊന്നുമില്ല. ചുറ്റും വിശാലമായ തെങ്ങിൻതോപ്പ്. അകലെ കാണാവുന്ന ദൂരത്ത് കടൽ, തോണികൾ. ബ്യൂട്ടിഫുൾ. അക്ഷരശൂന്യരും അവിടെ വന്നാൽ പേനയെടുത്തു പോകും. ഗാഥ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. 1.5 മണിക്കൂറിനുള്ളിൽ ഗൗതം രാഘവൻ എത്തുന്നു. അപ്പോൾ താൻ നഗരത്തിലുണ്ടാവണം, നികുഞ്ചത്തിലെത്തണം. ആദ്യമാണ് ആ പേര് കേൾക്കുന്നത്. സുന്ദരമായ പേര്. വള്ളിക്കുടൽ എന്നല്ലേ അതിൻ്റെ അർത്ഥം? പക്ഷേ ഒരു പെണ്ണായ താൻ എങ്ങനെ തനിച്ചൊരു ഹോട്ടലിൽ?
പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയാമായിരുന്നു. പക്ഷേ പുറത്തെവിടെ? ബസ് സ്റ്റോപ്പിലും റോഡ് വക്കിലും നിന്ന് സംസാരിക്കാൻ ഇത് മ്ലേച്ഛമായ പ്രേമമല്ല, വിഷയവും പ്രേമമല്ല. വിവാഹമാണ്, ജീവിതമാണ്. ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഇരുന്ന് കാര്യം ചർച്ച ചെയ്യാമല്ലോ. അതെ, അത് മതി, റെസ്റ്റോറൻറ്റ്. ഒരു ടേബിളിനപ്പുറവും ഇപ്പുറവും. ഗുഡ് ഐഡിയ. പുഞ്ചിരിച്ചുകൊണ്ട് ടെറസിൻ്റെ പടിയിറങ്ങാൻ ഭാവിച്ച ഗാഥ പകച്ചുപോയി. തൊട്ടു മുമ്പിൽ മകളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു അമ്മ. അടുത്ത ഭാഗം നാളെ.